പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള 8ാമത്തെ സന്ദേശമാണിത്. ഇന്ന് നമുക്ക് കുടുംബത്തിലെ പിതാക്കന്മാരുടെ മാതൃകയായ ഔസേപ്പിതാവിനെ കുറിച്ച് ധ്യാനിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവമാണ് ഔസേപ്പിതാവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഔസേപ്പിതാവിന് രക്ഷാകര രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഔസേപ്പിതാവിനോട്, ജോസഫിനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നീ അവന് യേശു എന്ന് പേരിടണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. ഔസേപ്പ് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. കർത്താവിൻ്റെ വചനത്തെ അതേപടി വിശ്വസിച്ച വിശ്വസ്തനായിട്ടുള്ള ഭൃത്യനായിരുന്നു ജോസഫ്. ഓരോ പിതാക്കന്മാരും വിശ്വസ്തതയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഔസേപ്പിതാവിനെ മാതൃകയായിട്ട് സ്വീകരിക്കേണ്ട വ്യക്തികളാണ്. കുടുംബത്തിൻ്റെ കാവൽക്കാരനായിരുന്നു ജോസഫ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം. ജ്ഞാനികൾ പോയി കഴിഞ്ഞതിന് ശേഷം സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ഔസേപ്പിനോട് പറഞ്ഞു, ജോസഫ്, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക. കുട്ടിയെ വധിക്കാൻ ഹെരോദേസ് ശ്രമം തുടങ്ങും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. ജോസഫ് ഉണർന്നു ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ദൈവവചനത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കാതോർക്കുന്ന ഔസേപ്പിതാവ് എല്ലാ പിതാക്കന്മാർക്കും ഒരു മാതൃകയായിരിക്കട്ടെ. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-20 വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ജോസഫ്, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. കുട്ടിയെ വധിക്കാനായിട്ട് നടന്നിരുന്നവർ മരിച്ചു കഴിഞ്ഞു. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ആ നിമിഷം തന്നെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോയി. വീണ്ടും നോക്കുക, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. ഓരോ പിതാവിൻ്റെയും ഉത്കണ്ഠ, ഔസേപ്പിതാവിനുണ്ടായിരുന്ന ആ ഉത്കണ്ഠയെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെ പിതാക്കന്മാർക്കും ഉണ്ടാകേണ്ടതെന്ന ഒരു സന്ദേശമാണ്. മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദസിൻ്റെ സ്ഥാനത്ത് ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പോകുവാനായിട്ട്, ഇസ്രായേലിലെ യൂദയായിലേക്ക് പോകുവാനായിട്ട് ഔസേപ്പിന് ഭയമായി. ഔസേപ്പിതാവ് നസ്രത്തിലേക്ക് പിൻവാങ്ങി അവിടെ താമസിച്ചു. അവൻ, ഈശോ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന പ്രവാചക വചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങൾക്കും അതേപടി പിന്തുണ, അനുസരണ, വിധേയത്വം, വിശ്വസ്തത കാണിച്ച ഔസേപ്പിതാവായിരിക്കട്ടെ കുടുംബജീവിതത്തിലെ ഓരോ പിതാക്കന്മാർക്കും മാതൃക. വിശ്വസ്തനും വിവേകിയുമായ ഔസേപ്പിതാവ് കേൾക്കുന്നതിലും അനുസരിക്കുന്നതിലും
ഒന്നാം സ്ഥാനം നൽകിയ ഔസേപ്പിതാവ്, ദൈവവചനത്തിനു വേണ്ടി അവസാന നിമിഷം വരെ കാതോർത്ത ഔസേപ്പിതാവ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഓരോ പിതാക്കന്മാർക്കും ഈ വിവേകവും ഈ വിശ്വസ്തതയും ഈ അനുസരണവും ഔസേപ്പിതാവിൽ നിന്ന് അവസാനം വരെ ദൈവവചനത്തിന് കാതോർത്ത ഔസേപ്പിതാവിനെ പോലെ നമ്മുടെ പിതാക്കന്മാർ ആയിത്തീരുവാനായിട്ടുള്ള ആ വലിയ കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.